പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു അവസരത്തെ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം നെഗറ്റീവ് എനർജി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാം എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്നും ചില വിഷയങ്ങൾ ആമൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എന്താണ് ഈ നെഗറ്റീവ് എനർജി? ആമൻ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇത് ഒരു അസ്വസ്ഥതയായ, ഒരു സമാധാനമില്ലാത്തതായ, പല നിലവാരങ്ങളിൽ ചിന്തിക്കുന്നതായ, പല പരാജയങ്ങളെ കുറിച്ച് ഓർക്കുന്നതായ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷത്തെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. ചിലർ പറയാറുണ്ട്, എൻ്റെ മുറിക്കകത്ത് നെഗറ്റീവ് എനർജി ഉണ്ട്, എൻ്റെ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി വരുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. ഇതിനെ പലരും മന്ത്രവാദം ചെയ്യുന്നവരുണ്ട്, ആഭിചാരം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഈ ലോകത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് ഒത്തിരി സിസ്റ്റംസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൊബൈൽ ആയാലും ശരി, മറ്റുള്ള പല നിലവാരങ്ങളിലുള്ള വിചിത്രമാകുന്ന അതിശയകരമാകുന്ന പല ടെക്നോളജികൾ ഇന്ന് ലോകത്തിനകത്തുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനസ്സുകളെ മനസ്സിലാക്കുന്ന ഒരു തിങ്സ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഇന്ന് ലോകത്തിനകത്തില്ല. വളരെ സങ്കടങ്ങളും വളരെ പ്രതിസന്ധികളും നിരാശകളും ഒക്കെയാണ് ഇത്രയും കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നിട്ടും ജനത്തിനകത്ത് കടന്നു വരുന്നത്. പലരും ഈ അല്പസന്തോഷത്തിന് വേണ്ടി ഹോട്ടലുകളിലും ബാറുകളിലും ഒക്കെ ആശ്രയം തേടാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ മനസ്സിനകത്ത് വെളിപ്പെടുന്നതായ നെഗറ്റീവായിരിക്കുന്ന ആ ഊർജത്തെ, ആ അന്തരീക്ഷത്തെ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, എങ്ങനെ അതിനെ തകർക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വാക്കുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മുടെ മനസ്സുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ക്രമീകരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് ആയിത്തീരുകയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമ്മുടെ മനസ്സ് നിൽക്കുകയാണെങ്കിൽ, നിശ്ചയമായിട്ട് എത്ര വലിയ നെഗറ്റീവായിരിക്കുന്ന എനർജീസ് വെളിപ്പെട്ടാലും, പലരുടെയും ആഭിചാരങ്ങളുടെ ശക്തികൾ നമുക്കെതിരെ ആഞ്ഞടിച്ചാലും അവയെ തകർക്കുവാൻ നമുക്ക് കഴിയും എന്നതിനെ കുറിച്ച് വ്യക്തമായ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാധാരമായിട്ട് ഞാൻ ചില ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ എഴുതിയ ലേഖന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ, ഇവയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മനസ്സ് ഒന്ന് പുതുകി വരും. നമ്മുടെ മനസ്സ് വിജയങ്ങളെ ചിന്തിക്കാനായിട്ടിടയാകും. നമ്മുടെ മനസ്സ് സന്തോഷത്തിലേക്കും ദൈവം നൽകപ്പെട്ടിരിക്കുന്ന സമാധാനത്തിലേക്കും നമ്മുടെ മനസ്സ് പുതുകി വരും. നമ്മുടെ ജീവിതം പുതുകി വരും. നമ്മുടെ വീട്ടിനകത്ത് സന്തോഷം വെളിപ്പെടുവാനായിട്ടിടയാകും. അങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റീവായിരിക്കുന്ന ആ ഊർജം, നെഗറ്റീവായിരിക്കുന്ന ഈ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുവാനായിട്ട് ഇടയാകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് നെഗറ്റീവായി പറയുന്നതായ, പരാജയം പറയുന്നതായ, ബുദ്ധിമുട്ടുകളെ മാത്രം പറയുന്നതായ, പട്ടിണിയെ കുറിച്ച് മാത്രം പറയുന്നതായ വ്യക്തികൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അവരോട് ചേർന്ന് നിങ്ങളും പറയാനായിട്ട് തയ്യാറാവരുത്. നിങ്ങൾ വിജയത്തിന്റെ കാര്യം നിങ്ങൾ പറയുമ്പോൾ നിശ്ചയമായിട്ടും ആ നെഗറ്റീവായിരിക്കുന്ന ആ ഊർജം, അവരുടെ നാവിൽ നിന്ന് കേൾക്കുന്നതായ ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കത്തില്ല എന്ന കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പറയുന്നത് സത്യമായത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഘനമായത് എന്താ? ഘനമായതെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതിനെ കുറിച്ച്, ഉറച്ച തീരുമാനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നീതിയായത് ചിന്തിക്കുക, നിർമ്മലമായതൊക്കെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ആ നെഗറ്റീവായ അന്തരീക്ഷം, ആ അസ്വസ്ഥതയായ അന്തരീക്ഷം, ആ ഒരു നിരാശയുടെ അന്തരീക്ഷം ഉണ്ടല്ലോ, അത് നിന്റെ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് മാറും എന്നുള്ളതിന് 100% ബൈബിൾ നമ്മെ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ 2 കൊരിന്ത്യർ എഴുതിയ ലേഖന പുസ്തകം 10-ാം അധ്യായം
ഈ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ അനുസരണക്കേടിന് പ്രതികാരം ചെയ്യാൻ നമ്മുടെ മനസ്സ് ഒരുങ്ങും. മനസ്സിലാക്കണം. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് 2 കൊരിന്ത്യർ എഴുതിയ ലേഖന പുസ്തകം 10-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന ഭാഗമാണിത്. അവിടെ പറയുന്ന സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതായ എല്ലാ ഉയർച്ചയും. മനസ്സിലായോ? ദൈവത്തിന് വിരോധമായ പ്രൈസ്തലോ ചില സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരും. ചിലരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഒത്തിരി കാശ് കിട്ടും, നമുക്ക് അങ്ങനെ ഉയരാൻ കഴിയും, ഇന്ന കാര്യം ചെയ്താൽ അങ്ങനെ പോകാൻ പറ്റും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഉയർച്ചകളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭയം കടന്നു വരുന്നത്, നമ്മൾ അസ്വസ്ഥനാകുന്നത്. പ്രൈസ്തലോ, ഒരു വ്യക്തി കാശ് കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പഠിക്കാനൊന്നും പോയില്ല, കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ആ വ്യക്തി മരിക്കുന്നത് വരെയും ഈ ഒരു വിഷയം തന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. കാരണം എന്തുകൊണ്ടാ? ന്യായമല്ലാത്ത ഒരു കാര്യം താൻ ചെയ്തത് കൊണ്ടാണ് താൻ അസ്വസ്ഥനാകാനുള്ള കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം അതിനെ ബ്ലോക്ക് ചെയ്യുക. അതിനെ ബ്ലോക്ക് ചെയ്ത് അനുസരണക്കേടിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ പല അനുസരണക്കേടിന് പ്രതിരോധിക്കാനുള്ള ഒരു ഊർജം, ഒരു ശക്തി, ഒരു ധൈര്യം നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകും എന്നിവിടെ വേദപുസ്തകം പറയുന്നു. നമ്മൾ ദൈവത്തിന്റെ നാമത്തിനായിട്ട് നമ്മൾ നിൽക്കാൻ മാത്രം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നെഗറ്റീവായ ഊർജം, അന്തരീക്ഷം വെളിപ്പെടാൻ കാരണം ഒന്ന്, ദൈവം ആഗ്രഹിക്കാത്ത നിലവാരങ്ങളിലുള്ള ഉയർച്ചയുടെ ചിന്തകൾ നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ്. ആ ഭരിക്കുന്ന അനുഭവങ്ങൾ നിശ്ചയമായിട്ട് എടുത്തു കളയുക. ദൈവത്തിന് ന്യായമില്ലാത്തതിനെ എടുത്തു കളയുക. എങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ആ നെഗറ്റീവായ അന്തരീക്ഷം ഉണ്ടല്ലോ, അത് നിന്നെ വിട്ട് മാറും. നീ ശുഭമായി തീരും. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എപ്പോഴും ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ഫിലിപ്പിയർ 4:3 വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവൻ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സകലത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ മുറിക്കകത്ത് വരുമ്പോൾ എനിക്കൊരു നെഗറ്റീവായ ഒരു ചിന്തയാണ് വെളിപ്പെടുന്നത്. വീട്ടിനകത്ത് കയറുമ്പോൾ എനിക്കൊരു നെഗറ്റീവാണ് വെളിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തി ന്യായമല്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ, അനുസരണക്കേട് ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ അവന്റെ ജീവിതം അസ്വസ്ഥമാകും. പിന്നെ അവന്റെ ജീവിതം നിരാശ കൊണ്ട് നിറയും. ഒരു ഭയം അവനെ ബാധിക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് അവയൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ച മനസ്സോടുകൂടെ നമ്മൾ നിൽക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ ദൈവം ശക്തീകരിക്കും. ദൈവം നമ്മെ ശക്തീകരിച്ചാൽ നമുക്ക് സകലതും ജയമായിട്ട് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും. അതുപോലെ റോമർ 6:12 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത് എന്ന് പറഞ്ഞാൽ, പാവചിന്തകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബൈബിളിന് വിരുദ്ധമായി ചെയ്യുന്ന എല്ലാ ചിന്തകളും പാപമാണ്. ആ പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ശരീരത്തെ വാഴാനിടയാകും. ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയും. അതുപോലെ റോമർ 12:19 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് എതിരായിട്ട് എന്തു തന്നെ വെളിപ്പെട്ടാലും,
ഒരുപക്ഷെ മന്ത്രവാദമായിരിക്കാം, ഒരുപക്ഷെ ആഭിചാരമായിരിക്കാം, ഒരുപക്ഷെ വ്യക്തികളുടെ ശാപമായിരിക്കാം, ഒരുപക്ഷെ സകല ചില അധികാരങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വീട്ടിനകത്ത് നമ്മെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പലപ്പോഴും പലരും പറയുന്നുണ്ടായിരിക്കാം. ഇവയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിന് അസ്വസ്ഥമാക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിന്റെ കോപത്തിന് ഇടം കൊടുപ്പിൻ എന്നാണ്. നമ്മൾ പ്രതികാരം ചെയ്യാൻ നമ്മൾ മുതിരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടെൻഷൻ വരുന്നത്. നിങ്ങൾ അതിന് തയ്യാറാകട്ടെ. എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു വേദന സംഭവിക്കുകയാണ്, ഈ വേദനയ്ക്ക് ദൈവം മറുപടി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇടം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ട് ഒരുപാട് വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് വിജയം നേടുവാനായിട്ട് കഴിയും. നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി നോക്ക്, അവിടെ കുറച്ച് സാമ്പത്തികവും സമയവും ഒക്കെ നഷ്ടപ്പെടും. അതിനേക്കാളും നല്ലത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ സമയം കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം പ്രവർത്തിക്കും. ലൂക്കോസ് 18:5 വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: രാപ്പക തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ നിലവിളി ദൈവം ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്നാണ് അവിടുത്തെ ദൈവത്തിന്റെ വചനം. എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. എങ്കിലും ഒരുപക്ഷെ സാഹചര്യം നിനക്ക് പ്രതികൂലമാകുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യേണ്ടതിനെ ബ്ലോക്ക് ചെയ്ത്, വെട്ടേണ്ടതിനെ വെട്ടി, മാറ്റേണ്ടതിനെ മാറ്റി നിന്നെ നല്ലൊരു അനുഭവത്തിലേക്ക്, സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. സമയം ഒത്തിരി പോകുന്നത് കൊണ്ട് ഞാൻ വേഗം പറഞ്ഞു നിർത്തുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. റോമർ 13:14 വായിക്കുമ്പോൾ ജഡത്തിലുള്ളതിനെ ചിന്തിക്കരുത്. റോമർ 1:28 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനെ തക്കവണ്ണം ദൈവം അവരെ ഉചിതമായത് അല്ലാത്തത് ചെയ്യാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമില്ലാത്തത് നമ്മൾ ചെയ്യാമെന്ന് തയ്യാറായാൽ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാതെ ചെയ്യാൻ തയ്യാറായാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മെ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നികൃഷ്ട ബുദ്ധിയിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കെതിരായിട്ട്, പിന്നെ നമ്മുടെ സ്വഭാവമെല്ലാം മറ്റുള്ളവർക്ക് എതിരായിട്ട് മാറും. ഇന്ന് പല ദൈവത്തെ ആരാധിക്കുന്ന വീടുകളിനകത്തും ഈ ഭാഗം സംഭവിക്കുന്നുണ്ട്. പുറത്ത് നല്ല മാന്യനായിരിക്കും, അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം വീട്ടിനകത്ത് വന്ന ആട്ടിയും വഴക്കും പലവിധമാകുന്ന അസ്വസ്ഥതയും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം അവർ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ പ്രമാണം വിട്ടതുകൊണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം വിട്ട് നടന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് വാഴുന്നതായ നെഗറ്റീവായ അന്തരീക്ഷം മാറത്തില്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകാമെങ്കിൽ ദൈവത്തിന്റെ ഉയർച്ചയെ കുറിച്ച്, സത്യമായതിനെ കുറിച്ച്, ഉറപ്പുള്ളതിനെ കുറിച്ച്, നീതിയായതിനെ കുറിച്ച്, ഘനമായതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് അവസരം കൊടുക്കണം. കേട്ടോ, എന്ത് വിഷയമുണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. അതുകൊണ്ട് ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വളരെ അസ്വസ്ഥത അനുഭവിക്കുകയാണെങ്കിൽ, സങ്കടം, വിഷമം അനുഭവിക്കുകയാണെങ്കിൽ, വിട്ടുമാറാത്ത നിരാശ അനുഭവിക്കുകയാണെങ്കിലും, അവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിന്നെ അറിയുന്നു, ദൈവം നിന്നെ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഒരു നിമിഷം നമ്മുടെ കരം നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ, ഹല്ലേലൂയ, ഇനിയുള്ള നാളുകളിലോ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അസ്വസ്ഥമാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വിടുതൽ നേടാൻ ഞാൻ അങ്ങയുടെ സന്നിധിയിലോ നീതിയുള്ളതിനെ ചിന്തിക്കാൻ, സന്തോഷമായതിനെ ചിന്തിക്കാൻ, ഘനമായതിനെ ചിന്തിക്കാൻ ഞാൻ തയ്യാറാകുകയാണ്. എന്നെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് ഒരു നിമിഷം നമ്മൾ പറയാമെങ്കിൽ ദൈവം നമ്മെ നടത്തും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ രാജാവേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് നെഗറ്റീവായ ഒരു ഊർജം, അന്തരീക്ഷം ജീവിതത്തിൽ വെളിപ്പെടുകയാണെങ്കിൽ, വീട്ടിനകത്ത് വെളിപ്പെടുകയാണെങ്കിൽ, അവരുടെ മുറിക്കകത്ത് വെളിപ്പെടുകയാണെങ്കിൽ, അവരുടെ ബിസിനസ് മേഖലകളിൽ വെളിപ്പെടുകയാണെങ്കിൽ, പഠിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വെളിപ്പെടുകയാണെങ്കിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
എന്ന് കൽപ്പിച്ചുകൊണ്ട് ശക്തിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഉറപ്പോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മങ്ങളുടെ കരങ്ങൾ യേശുവിന്റെ നാമത്തിനെ ആമേൻ. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ആ നെഗറ്റീവ് അന്തരീക്ഷത്തെ ദൈവം എടുത്ത് മാറ്റും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.